ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്ന പ്രൊഡക്റ്റ് സ്വർണ്ണമുഖിയുടെ ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്വർണ്ണമുഖിയുടെ ക്രീമിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രീമിനേക്കാളും വളരെ പൈസ കുറവിൽ നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് സ്വർണ്ണമുഖി ഫേസ് പാക്ക് പൗഡർ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സ്വർണ്ണമുഖിനെ പറ്റി നോക്കുമ്പോൾ കൂടുതലും എല്ലാവരും ചെയ്തിരിക്കുന്നത് ക്രീമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ മുഖക്കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ക്രീമുകളിൽ എപ്പോഴും ഒരു ഓയിലിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടന്റ് നമ്മുടെ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാതൊരുവിധ പ്രശ്നമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. ആ ഒരു പൗഡർ നമുക്ക് സാധാരണ പാലിലോ തൈരിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ മാത്രമല്ല, നമുക്ക് നെക്കിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. പിന്നെയെന്ന് പറയാനായിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ്. ഇതിൽ ആയുർവേദ ഷോപ്പ്, അതായത് നമ്മളിപ്പോൾ ഫേസ് പാക്കുകളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ഷോപ്പിലൊന്നും പോയി വാങ്ങരുത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പിൽ പോയിട്ട് നമുക്ക് നേരിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ആയുർവേദിക് ഷോപ്പിൽ വേണം പോകാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ആയുർവേദിക് പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഇപ്പോൾ ഈ ഒരു അടുത്ത് ഞാനൊരു ആയുർവേദിക് ഡോക്ടറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആയുർവേദിക് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അത്യാവശ്യം ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് ഒരുപാട് പാക്കറ്റിലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പൗഡറുകളുണ്ട്. അപ്പോൾ നമ്മൾക്കപ്പോൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് നമുക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു ആയുർവേദിക് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെയെന്ന് പറയാനായിട്ട് ആയുർവേദിക് പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെയെന്ന് പറയാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് യാതൊരുവിധ അലർജി, അതായത് ചില ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുഖത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നത്, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതായത് ആയുർവേദിക് പ്രൊഡക്റ്റുകൾ നിർത്തി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. കാരണം അതിനകത്ത് കെമിക്കൽ ഒന്നും അടങ്ങിയിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കെമിക്കൽ സംഭവങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്നതല്ല. പിന്നെന്ന് പറയാനായിട്ട് നമ്മൾ മഞ്ഞൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടാത്തവരുണ്ട്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, സാധാരണ പച്ചമഞ്ഞൾ, ഒരുപാട് എൻ്റെ ചെറിയ പ്രായം മുതൽ എനിക്ക് വെളുക്കണം, കളർ വെക്കണം എന്നൊക്കെ ഒരു ചിന്ത പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും റിസൾട്ട് കിട്ടാത്തൊരു സാധനങ്ങളാണ് മഞ്ഞളൊക്കെ. കാരണം അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. കസ്തൂരി മഞ്ഞൾ ഞാൻ വാങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമുണ്ടായില്ല റിസൾട്ട്. പക്ഷേ മഞ്ഞൾ അത്ര പോരാ. അത് നമ്മൾ പപ്പായ ഫേസ് പാക്കൊക്കെ നല്ലതാണ് അത്യാവശ്യം. പിന്നെ രക്തചിന്തനം നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞത് സ്വർണ്ണമുഖി ഫേസ് പാക്ക്, അത് വളരെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഫാർമസിയിൽ നമ്മളിത് വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ആയുർവേദിക് ഫാർമസിയിൽ നമ്മൾ ഈ ഒരു സ്വർണ്ണമുഖി ഫേസ് പാക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് അവർ പറയും തീർന്നു പോയി, അയ്യോ അടുത്ത ദിവസം വായോ എന്നൊക്കെ പറയും. കാരണം അത്രയും മൂവിങ് ഉള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ക്രീമും ഉണ്ടാവും ഫാർമസിയിൽ, പൗഡറും ഉണ്ടാവും. നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാൻ പറ്റുന്നത് പൗഡറാണ് എപ്പോഴും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വർണ്ണമുഖി ഫേസ് പാക്ക് പൗഡർ നിങ്ങൾ സാധാരണ വെള്ളത്തിലോ പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. കാരണം ഡ്രൈ സ്കിൻ ഉള്ളവരുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവും നമ്മൾ ഇതേപോലത്തെ ഫേസ് പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. ഓയിലി സ്കിന്നർക്ക് വരെ കുഴപ്പമില്ല. കാരണം അവരുടെ സ്കിൻ എപ്പോഴും നല്ലപോലെ ഗ്ലോ ആയിരിക്കും. കാരണം എപ്പോഴും ഓയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ അങ്ങനെ ഡ്രൈ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ടാൻ മാറും. അതുകൂടാതെ തന്നെ നമ്മുടെ ടാൻ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ഥിരം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആകും. അതായത് നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ബ്രൈറ്റ് ആയ പോലെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും നമുക്ക് ഇതുകൊണ്ട് വരുന്നത്. പിന്നെയെന്ന് പറയാനായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടില്ല എന്നിട്ട് നിങ്ങൾ ആ ഒരു പാക്ക് അങ്ങോട്ട് നീക്കി വെക്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ അപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമായിരിക്കും, അയ്യോ ഞാനൊരു ഫേസ് പാക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടിയല്ലോ, അങ്ങനെയൊക്കെയുള്ള സന്തോഷം എനിക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെയെന്ന്
പറയാനായിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതെനിക്ക് ഒരാളും പറഞ്ഞതല്ല, ഇതെനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ് സ്വർണ്ണമുഖി ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്ന് പറയാനായിട്ട് നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ക്രീമുകളായാലും ഫേസ് പാക്കുകളായാലും ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് തേച്ചാലും മുഖക്കുരു വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മുഖക്കുരു എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. പിന്നെ എന്ന് പറയാനായിട്ട് ഈ ഒരു സ്വർണ്ണമുഖി ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിനോടൊപ്പം പാലിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ, കഴുത്തിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലിൽ ഈ സ്വർണ്ണമുഖി ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പാലും അല്ലെങ്കിൽ തൈര്, പാലില്ലെങ്കിൽ തൈര്, അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിൽ, കയ്യിൽ, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് മാത്രമല്ല നമ്മുടെ കൈയും കാലും കഴുത്തൊക്കെ നല്ലപോലെ കളർ വയ്ക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ് മാത്രം വെളുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവർ വിചാരിക്കും ഫേസിൽ മാത്രം എന്തൊക്കെയോ ചെയ്ത് ഫേസ് കളർ വെപ്പിച്ചേക്കുന്നതാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മഞ്ഞൾപ്പൊടി കയ്യിലും കാലിലും കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വലിയ മാറ്റമൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പൊതുവെ മഞ്ഞൾപ്പൊടിയിൽ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ കാരണവന്മാരായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നതാണ് വെളുക്കാനായിട്ട് മഞ്ഞൾ നല്ലതാണ്, ഫേസിൽ മഞ്ഞൾ അരച്ചിരുന്നത് നല്ലപോലെ വെളുക്കും. പക്ഷേ എനിക്കത് റിസൾട്ട് കിട്ടാത്ത ഒരു ഐറ്റമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബോഡിയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോ, പാലിലും തൈരിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ സ്വർണ്ണമുഖി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടാവാനായിട്ടൊന്നുമില്ല, കാരണം എല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണമുഖി ഫേസ് പാക്ക് വാങ്ങാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അതിനും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നറാണെന്നുണ്ടെങ്കിൽ കടലമാവിൽ കുറച്ച് ഗ്ലിസറിനും പിന്നെ അതേപോലെ തന്നെ തൈരോ പാലോ മിക്സ് ചെയ്യുക. അതിന് കൂടെ കുറച്ച് ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഒന്നുമില്ല, കടലമാവ് നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഡ്രൈ ആക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലിസറിനും കൂടി അപ്ലൈ ചെയ്യുക. കാരണം ഡ്രൈ സ്കിന്നുള്ളവരുടെ വീട്ടിൽ എപ്പോഴും വാങ്ങി വെക്കേണ്ട രണ്ടായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഒന്ന് റോസ് വാട്ടറും ഒന്ന് ഗ്ലിസറിനും. അപ്പോൾ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഗ്ലിസറിനും കൂടിയും അതിനകത്ത് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഡ്രൈ സ്കിന്നുള്ളവർ. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും വാഷ് ചെയ്ത് കളഞ്ഞ അപ്പം തന്നെ ഫേസിൽ ഫുള്ളായിട്ട് മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യണം, ഫേസിലും ബോഡിയിലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവരുടെ സ്കിന്ന് എപ്പോഴും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാറില്ല, എപ്പോഴും ഡ്രൈ ആയി തന്നെ ഒരു ഗ്ലോ ഉണ്ടാവില്ല ഫേസിൽ. ഇപ്പം എൻ്റെ എന്ന് പറയാനായിട്ട് നല്ലപോലെ ഡ്രൈ സ്കിന്നാണ്. ഇപ്പോൾ മഞ്ഞ് കാലത്ത് നോക്കേ വേണ്ട, നല്ലപോലെ ഡ്രൈ ആണ്. ഇപ്പോൾ ചൂട് കാലത്ത് പിന്നെയും കുറച്ചൊക്കെ ഒരു ഗ്ലോ ഉണ്ടാവും, പക്ഷെ മഞ്ഞ് കാലത്ത് നല്ലപോലെ ഡ്രൈ ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഈ ഒരു കടലമാവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലിസറിനും കൂടി യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ നിങ്ങൾക്ക് അടുത്ത ടിപ്പ് എന്ന് പറയാനായിട്ട് ചന്ദനത്തിൻ്റെ പൗഡർ, അത് കുറച്ച് പൈസ കൂടുതലാണ്, കാരണം ഞാനത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ആ ഒരു സെയിം ആയുർവേദ ഡോക്ടറിനെ പറഞ്ഞതാണ് ചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങിയിട്ട് പാലിലോ തൈരിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനും അതേപോലെ തന്നെ ബോഡിക്കും വളരെ നല്ലതാണ് ചന്ദനത്തിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചന്ദനം അതേപോലെ തന്നെ മഞ്ഞൾ എന്നിവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ സ്വർണ്ണമുഖി ഫേസ് പാക്കാണ്. അതായത് നമ്മൾ കടലമാവ്, മഞ്ഞൾ, ചന്ദനം ഇതൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതായിരിക്കും. പക്ഷേ സ്വർണ്ണമുഖി ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈ സ്കിന്നറാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണമുഖിയുടെ ക്രീം വാങ്ങാൻ കിട്ടും, ക്രീം യൂസ് ചെയ്തു. പക്ഷേ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് പാക്കാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് കാണാം. ഓക്കെ, ബൈ.